കഴിച്ചു. നമ്മുടെ മഴ പിന്നെയും ഹാജരായിട്ടുണ്ട്. അപ്പൻ്റെ അസുഖം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിശപ്പി ഇന്ന് എനിക്ക് കയ്യിൽ കിട്ടിയതാ ഇവന് നമ്മുടെ കപ്പ. ആദ്യം ഇതുകൊണ്ട് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അത്രയും പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ കപ്പ പുഴുങ്ങിയതും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ കപ്പ വേവിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കുക്കറിലാക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനുള്ള പരിപാടി വെക്കാം. ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ സവാള ഇട്ട് വഴറ്റി ജിഞ്ചർ ഗാർലിക്കും ചില്ലിയും കൂടി പേസ്റ്റ് ചെയ്തതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഓരോന്ന് കഴിക്കുന്ന പരിപാടി എനിക്കുണ്ട് കേട്ടോ. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അങ്ങനെ കയ്യിൽ കിട്ടി ചിക്കൻ കറിക്ക് വേണ്ട പൊടികളൊക്കെ ഞാൻ അതിലെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഓൾറെഡി മസാല ഇരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്കിട്ട് മിക്സ് ചെയ്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. നമ്മുടെ നല്ല വെന്തുടഞ്ഞ കപ്പയും നല്ല ചൂട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള ചിക്കൻ കറിയാണ്. കുറച്ച് കപ്പെടുത്ത് അതിൻ്റെ മേലെ ചിക്കൻ കറിയും ഒഴിച്ച ചിക്കനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേസ്. അത് ഈ ഒരു മഴയുള്ള ഈ തണുപ്പുള്ള സമയത്ത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അത്രയുള്ളൂ. ഓക്കെ, ബൈ.